ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഒരു വർക്കൗട്ട് സെക്ഷൻ ഉണ്ടോ. അതായത് ഇന്ന് എനിക്ക് ജിം വർക്കൗട്ടാണ്. ഇപ്പോൾ ജിമ്മിലത്തെ വർക്കൗട്ടാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ട്രെഡ്മില്ലിൽ ലോഡും ഒക്കെ ചെയ്തു. പിന്നെ ഫുൾ AC ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട് ഇവിടെ ചെയ്യുന്നവരെല്ലാവരും. ഒരു AC എല്ലാം ഇട്ട് ആകെ ബോറാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡിയൊക്കെ ഭയങ്കര തണുത്താണിരിക്കണേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് എക്സസൈസ് വാമ്പൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് കിടക്കാറുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ AC ഒക്കെ ഇട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടമല്ല AC അധികം. നല്ല ബോഡി ഹീറ്റായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളങ്ങനെ കുറേ എക്സസൈസുകളൊക്കെ ചെയ്തു. പിന്നെ വേറെ കുറച്ച് ജിം വർക്കൗട്ടും കൂടി ഉണ്ട്. ആ ജിം വർക്കൗട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ ഈ ജിമ്മിൽ നിന്ന് മാറിയത് ഓൾ മിഷൻസ് മാത്രമേ ഉള്ളൂ. വേറെ പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന വേറെ ജിമ്മും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ സ്ക്വാട്ട്, ക്ലീൻ, സ്നാച്ച് അങ്ങനെ കുറേ എക്സസൈസുകൾ വേറെ ചെയ്തിട്ടുണ്ട്, ഹെവി ആയിട്ടുള്ള. ഇതിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഈ ജിമ്മിൽ ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടുകൾ മാത്രമായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇന്നത്തെ ഒരു വർക്കൗട്ട് സെക്ഷൻ അപ്പം നമുക്കിങ്ങനെ കാണാം. കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ നന്നായി ചെയ്തു. സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നല്ല ഇഞ്ചുറി ഒക്കെ വരും. അതുകൊണ്ട് കുറേ സ്ട്രെച്ചിങ് ചെയ്തു. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർ? അതോ ചുമ്മാ നേരെ പോയി ട്രെഡ്മില്ലിൽ കുറച്ച് നേരം ഓടും, കുറച്ച് നേരം മെഷീനൊക്കെ എടുത്ത് പൊക്കി പറക്കി അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പക്ഷെ ഇങ്ങനെയൊക്കെയാണ്. കുറേയൊക്കെ എന്തൊക്കെയോ ചെയ്യും, അതൊക്കെ തന്നെ. ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെയിറ്റ് നമ്മളിങ്ങനെ തള്ളി നീക്കുന്നത് കാലിന് ലെഗ് പവറിന് വേണ്ടിയിട്ടാണ്, മസിൽസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കൈയുടെ കുറച്ച് എക്സസൈസുകൾ ചെയ്തു. ഞാൻ എല്ലാ എക്സസൈസും ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പം വിട്ടുപോകുമായിരുന്നു കേട്ടോ. കുറച്ച് എക്സസൈസുകൾ മാത്രമേ ഇതിനകത്ത് വീഡിയോയിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഡബലൊക്കെ എടുത്തിട്ട് ഇത് സെറ്റപ്പ് ചെയ്തു. അന്നേരം ഇപ്പം എൻ്റെ കൂട്ടുകാരോട് എന്ത് കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, അവർ കമൻറ്റ് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നന്നായിട്ട് കുറേ ചെയ്തു. വർക്കൗട്ടൊക്കെ ചെയ്യാൻ അങ്ങനെ ഉഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു ചെറിയ കള്ളത്തരമൊക്കെ കാണിക്കാത്തവരുണ്ടോ, കട്ടടിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ലെഗ് പ്രസ് ചെയ്തു. ലെഗ് പ്രസ് ഒരു 80 കിലോ ഉണ്ടായിരുന്നു ഇട്ടേക്കുന്നത് കേട്ടോ. 80 കിലോയുടെ വെയിറ്റ് ട്രെയിനിങ് ഇതാണ് ചെയ്തത്. അത് ഓരോ 3 സെറ്റായിട്ട് ചെയ്യും. ഓരോ എക്സസൈസുകളും ഇപ്പം 12 റെപ്പറ്റീഷൻ അങ്ങനെയൊക്കെ റെപ്പായിട്ട് 12 റെപ്പ് 3 സെറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആട്ടോ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആംസ്ട്രിങ് എക്സസൈസ് ചെയ്തു. ഇത് നമ്മളിപ്പം വെയിറ്റ് ഇട്ടിട്ട് 12 പ്രാവശ്യം ചെയ്തിട്ട് അതിൻ്റെ 3 സെറ്റായിട്ട് ചെയ്യും. അതിനിടയ്ക്ക് വേറെ എക്സസൈസ് കൂടെ ചെയ്യും, പിന്നെ തിരിച്ചിത് തന്നെ ചെയ്യും. അങ്ങനെ കേട്ടോ, 3 സെറ്റ് വീതം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് വർക്കൗട്ട്. വലിയ അത്യാവശ്യം നമുക്കപ്പോഴത്തേക്ക് ലോഡ് ബോഡിയിൽ കയറത്തുള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് അബ്ഡമൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 10 കിലോയുടെ കേട്ടോ വെയിറ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ അബ്ഡമൻ വയറിൻ്റെ കോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയാണ് ആ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നധികം വലിയധികം ലോഡൊന്നും ഇതിനകത്ത് ചെയ്തില്ല. ഇനി ഒരുപാട് വർക്കൗട്ടുകളുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം ചെയ്തൊരു വീഡിയോ വർക്കൗട്ടും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെന്നുള്ളൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ സെക്ഷനായി പിന്നെ കാണാം.